എൻ്റെ ഒരു ഓർമ്മയാണ് ഞാൻ പറയുന്നത്. സംഭവം കൃത്യമാണെന്ന് അറിയില്ല. കുറച്ച് നാൾ ഇവിടെ മദ്രസയിൽ പഠിപ്പിച്ചിരുന്നു. ഇവിടെ പഠിച്ചു. ഇവിടെ അഫ്സലുലമയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ കോളേജ് ഉണ്ടായിരുന്നു. ആ കോളേജിലൊക്കെ പഠിക്കണമെങ്കിൽ 10th ഒക്കെ പാസ്സാവണ്ടേ? 10ാം ക്ലാസ് പാസ്സാണ്. 10 ക്ലാസ്സാണ്. 10ാം ക്ലാസ് പാസ്സായിട്ട് ഇവിടുത്തെ കോളേജിൽ പഠിക്കുകയായിരുന്നു കുറച്ച് നാൾ. അപ്പോൾ ഇവിടെ അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടർ അല്ലാത്തതുകൊണ്ട് അത് പൂർത്തിയാക്കാൻ പറ്റിയില്ല. ഇതിനിടയ്ക്ക് തന്നെ കുറച്ച് നാൾ ഇവിടെ കുട്ടികളെ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ +2 ഒന്നും വേണ്ടേ? അല്ല, ഏതിനെ പഠിപ്പിക്കാനാണ്? അല്ല, 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ +2ന് തുല്യമാണ് ഇവിടെ ഇവിടുത്തെ കോഴ്സ്. 10ാം ക്ലാസ് കഴിഞ്ഞവർക്കുള്ള കോഴ്സാണ് അഫ്സലുലമ എന്ന് പറയുന്ന കോഴ്സ്. +2ന് തുല്യമാണ്. പിന്നെ അതിന്റെ ഹയർ ഡിഗ്രി കോഴ്സും ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്തില്ല? ഇല്ല, അതൊന്നും കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവസരം കൊടുക്കുകയാണ് പഠിപ്പിക്കാനായിട്ട്. എന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് പോവുകയാണ്. കാരണം ഇവിടെ നമ്മുടെ ഇത് ചുറ്റോട്ടത്തിൽ നിൽക്കുന്ന ടൈപ്പല്ല. അടക്കമില്ല. അതുകൊണ്ട് പിന്നെ ആരുമായിട്ടും യോജിച്ച് പോവില്ല. അങ്ങനെ പോയി പിന്നെ നമ്മുടെ നേതൃത്വത്തിലൊക്കെയാണ് കല്യാണം നടത്തി കൊടുത്തത്. പിന്നെ അതും മുജാഹിദ് എന്നൊക്കെ പറയുന്നത് നമ്മളാണോ? അതാണോ? മുജാഹിദ് സലഫി. എനിക്കിതിന്റെ വേരിയേഷൻ അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ. മുജാഹിദ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ സലഫികളും മുജാഹിദുകളും എന്ന് പറഞ്ഞ ഒന്നാണ്. സലഫികളെന്ന് പറയുന്നതാണ് മുജാഹിദുകൾ. ഇപ്പോൾ 2-3 സംഘടനകളുണ്ട്. ഈ ഫിനാൻഷ്യലി അവർ പൈസ തരേണ്ടി വന്നോ ഇവിടെ ജോയിൻ ചെയ്യാനായിട്ട്? പണം ഇല്ല, അത് ഫ്രീ ആണ്. വളരെ തരാൻ കഴിയുന്നിടത്തുനിന്ന് മാത്രമേ പൈസ വാങ്ങാറുള്ളൂ. ആഹാരമൊക്കെ ഇവിടെ നിർത്തി പഠിപ്പിക്കുമായിരുന്നു? ഇല്ല, പോയി വരികയാണ്. ഇവിടെ സ്വന്തം സ്ഥലം പൂന്തറയാണോ? അല്ലല്ല, അഴീക്കോട് ഇദ്ദേഹത്തിന്റെ സഹോദരിയുടെ കൂടെയാണ് നിന്നത്. അഴീക്കോട് സഹോദരിയുടെ കൂടെയാണ് നിന്നിട്ട്. ഉമ്മായും പാപ്പായും ഒക്കെ അത്ര നോക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടിലുള്ള അവസ്ഥയിൽ സഹോദരിയുടെ കൂടെ, അവരുടെ ഭർത്താവിന്റെ കൂടെ ആ വീട്ടിൽ താമസിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അവരൊക്കെയാണ് കാര്യങ്ങൾ നോക്കിയത്. ഇപ്പൊ ഇവിടുന്ന് പിരിത്തു വിട്ടതല്ല, ഇറങ്ങിപ്പോയതാണ്? അല്ല, നമ്മൾ പറഞ്ഞു വിട്ടത് തന്നെയാണ്. ബുദ്ധിമുട്ട് നമ്മുടെ ആ ഒരു ചിട്ടവട്ടത്തിൽ നിൽക്കുന്ന ടൈപ്പ് അല്ലാത്തതുകൊണ്ട് നമ്മളത് പറഞ്ഞു വിട്ടത് തന്നെ. എന്താണെന്ന് ഉസ്താദിന് വിളിച്ച് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. മനസ്സിലായോ അല്ലേ? ഇപ്പൊ കുറ്റബോധം തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു സ്പേസ് ഒക്കെ കൊടുത്തതിൽ? ഇല്ല, അങ്ങനെ കുറ്റബോധമൊന്നുമില്ല. കാര്യം നമ്മൾ പരമാവധി ആൾക്കാരെ നമ്മളിത് പഠിപ്പിക്കാൻ നമ്മുടെ കൂടെ നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. പിന്നെ മാറിപ്പോകുന്നതിന് നമുക്ക് കുറ്റബോധത്തിന്റെ ആവശ്യമില്ലല്ലോ. അന്നങ്ങനെ ചെയ്തേ എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാതെ അവർ പഠിപ്പിക്കാൻ, കുട്ടികളെ പഠിപ്പിക്കാൻ കൊടുത്തത് റിസ്ക് അല്ലേ ഉസ്താദെ? അത് ശരിയാണ്. ഈ മദ്രസ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസം ഉണ്ടല്ലോ. അതുണ്ടല്ലോ. ഏത് പള്ളി പഠിച്ചിട്ടുണ്ട് പുള്ളി? ഹാഫിലോ മറ്റോ അങ്ങനെയാണോ? അതൊന്നും അല്ല. അതൊക്കെ വലിയ പണിയാണ്. അന്നത്തെ കാലത്ത് ഒത്തിരി പെൺകുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ അന്ന് അധികം ഇങ്ങനെ ഹാഫിലൊന്നും ആരൊന്നും പെൺകുട്ടികൾ വരാറില്ല. അത് അത്രയുള്ളതൊന്നുമില്ല. നമ്മൾ കൺസേൺ ചെയ്തത് പെൺകുട്ടിയാണ്, പെൺകുട്ടികളെ പഠിപ്പിക്കട്ടെ എന്നുള്ളതാണ് അല്ലേ? അതെ, നമ്മളിവിടെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് നമ്മൾ ചാൻസ് കൊടുക്കും. കുട്ടികളെ മദ്രസ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ചാൻസ് കൊടുക്കും. 2-3 പേർക്ക് ചാൻസ് കൊടുത്തില്ല, അതിലൊന്നാണ്. ഇത്തിരി കൂടുതൽ വാചാലമായിട്ട് സംസാരിക്കുന്ന ടൈപ്പ് ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ അവസരം കൊടുത്തു. അല്ല, വായ്ത്താളം അടിക്കും, അതിപ്പോഴും ഉണ്ടല്ലോ. പണ്ടേ ഉള്ളത്, സംസാരിക്കാൻ ഇത്തിരി കഴിവുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ കഴിവുള്ളതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും പറയാമല്ലോ, പറഞ്ഞു വെക്കാൻ പറ്റും. അതാണ് ഇപ്പൊ പറയുന്നത്. ഇപ്പൊ പറയണത് കൂടുതലാ, അതാ പ്രശ്നം പറയുന്നത്. പിന്നെ നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ ചുറ്റിപ്പറ്റി ജീവിച്ചിട്ടാണ് ഒരുപാട് ആൾക്കാരെ സാമ്പത്തികമായിട്ടൊക്കെ ചൂഷണം ചെയ്ത് പല കാര്യങ്ങളും പറഞ്ഞ് പിന്നീട് കടന്നു പോയതിനു ശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് മക്കളുമായി കുട്ടികളുമായൊക്കെ നമ്മുടെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള മണക്കാട് ഭാഗത്ത് താമസിച്ചിട്ടാണ് ഒരുപാട് പേരുടെ നിന്ന് സാമ്പത്തികമായിട്ടുള്ള ഇതൊക്കെ സ്വരൂപിക്കുക. അങ്ങനെ പിന്നെ താളം തെറ്റി അങ്ങ് പോയതാണ്. പൈസയുടെ ഇഷ്യൂലാണ് ഇവിടുന്ന് കോഴിക്കോട് പോയത്. അല്ലാതെ പിൽക്കാലത്തല്ല. അപ്പോൾ ഇവിടെ കേസും വഴക്കൊക്കെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ സർക്കാരിൻ്റെ കയ്യിലാണ് ഇപ്പോൾ. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഔദ്യോഗികമായിട്ടൊന്നും പറയാനും പറ്റത്തില്ല. ഞാൻ ഈ ബാക്കിയുള്ളിടത്ത് ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തതല്ല, ഇവിടുന്ന് വിട്ടു. ഇവിടുന്ന് വിട്ടു, പിന്നെ മറ്റിടത്തൊക്കെ പിന്നെയും പോയി കയറിയതായിരിക്കും. ഇവിടുത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് കയറിയതായിരിക്കും. ഈ പറഞ്ഞ ഈ പൂന്തറ പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, പക്ഷെ എന്നാലും അധികം കാലം ഉണ്ടായിട്ടില്ല. പിന്നെ സ്വതന്ത്രമായിട്ട് വീടുകളിൽ പോയി കുട്ടികളെ പഠിപ്പിക്കുകയും അങ്ങനെ ഒരു ഇതുണ്ടാക്കി എടുത്തിട്ട് അതിലൂടെയാണ് ആ അത്തരം സാമ്പത്തികമുള്ള ആൾക്കാരുടെ ഇടയിലൊക്കെ കയറി അവരിൽ നിന്ന് ഒരുപാട് ആൾക്കാർ സഹായിക്കും. ദീനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടും നമ്മുടെ ഒരു ഇതെന്ന് യഥാർത്ഥ ദീന് ജനങ്ങളെത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് ചില ആൾക്കാർക്ക് അതിനോട് മമത കൂടുതലാണ്.
അപ്പോൾ ആ സാഹചര്യം മുതലാക്കിക്കൊണ്ട് അവരുടെ ഇടയിൽ എങ്ങനെ ജീവിച്ചു പോയി, പിന്നെ അവരെ പറ്റിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെയാണ് പിന്നെ അവിടെ നിന്ന് തന്നെ എസ്കേപ്പ് ആവേണ്ടി വരുന്നത്. ഇവിടുന്ന് പോകേണ്ടി വരുന്ന ഒരു അവസ്ഥ അതാണ്. പിന്നെ അവരുടെ ഭർത്താവ് ഒരു പാവപ്പെട്ട ഒരു ചെറുക്കനായിരുന്നു. ഇവിടെ നല്ല കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്? ഇവിടെ തന്നെ നമ്മളെ കല്യാണമൊക്കെ ഇവിടെ വെച്ച് തന്നെ നടത്തി കൊടുത്തു. പിന്നെ അവൻ്റെ ഒരു ഇതിൽ നിൽക്കാത്ത ടൈപ്പാണ്, അവനൊരു പാവമാണ്. ഇവള് കുറച്ചുകൂടെ സ്മാർട്ട് ടൈപ്പ് ആയതുകൊണ്ട് ആളെന്തോ കഞ്ചാവാണെന്നൊക്കെയാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. അങ്ങനെയൊന്നുമില്ല, അവൻ പാവമായിരുന്നു. ഇതിന് ശേഷം കഞ്ചാവായെന്ന് അറിയില്ല, പക്ഷെ അവൻ കല്യാണം കഴിച്ച് സുഖമായിട്ടവൻ ജീവിക്കുന്നത്, ഓട്ടോറിക്ഷ ഓടിപ്പഴും ജീവിക്കുന്നുണ്ട്. പ്രശ്നമൊന്നുമില്ല. എവിടെ ഇത് എന്താ സ്ഥലപ്പേരെന്താ? പരുത്തിക്കുഴി എന്ന് പറയും, പൂന്തറ പരുത്തിക്കുഴി. അങ്ങോട്ട് പോകും. കുറേ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാം. പിന്നെ ഇവിടെ നിന്നൊക്കെ പോയതിന് ശേഷം നമുക്ക് ഇപ്പം ഇത്രയൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ ഉള്ളവർക്ക് വിളിച്ച് നിങ്ങൾ ഗുരുനാഥന്മാർ പറഞ്ഞാൽ ഇതുപോലത്തെ തോന്നിവാസങ്ങൾ പറയരുത്, ഇതാണോ നിങ്ങൾ ഇതല്ലല്ലോ ഇവിടെ പഠിപ്പിച്ചതല്ലല്ലോ. അതങ്ങനെ പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അല്ലല്ലോ. പിന്നെ തിരിച്ച് ഈ പറയുന്ന ആൾ നാണം കിടന്ന ഡയലോഗ് ഇറങ്ങി തിരിച്ചതല്ലേ. മുസ്ലിങ്ങൾക്ക് എതിരായിട്ട് അല്ലെങ്കിൽ ഇസ്ലാമിനെതിരായിട്ട് ഈ പറയാനൊരു ഗട്സ് കാണിക്കുന്ന ആളിനെ ഒരു വ്യക്തി പറഞ്ഞാൽ എന്തെങ്കിലും അനുസരിക്കാനുള്ള സാധ്യതയില്ലല്ലോ. ഒരു മതത്തെയും സമൂഹത്തെയും മൊത്തത്തിൽ ഉറപ്പിക്കുന്ന രീതിയിൽ ഇല്ലെങ്കിൽ അതിനെതിരായത് നിൽക്കുകയല്ലേ. വേറെ സമ്മർദ്ദങ്ങളിലാണ്, വേറെ ഉപജീവനത്തിനായിരിക്കും. എന്ത് ഉപജീവനം ഉസ്താദേ? എന്താ ഇതിനകത്തുള്ള ഉപജീവനം? ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞങ്ങളെങ്ങനെയാണോ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത്? ഞങ്ങൾക്കിതൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ. എന്തെങ്കിലും ഓഫർ കിട്ടുമ്പോഴത്തേക്ക് അതനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. അതിന് കൂട്ടത്തോടെ മുസ്ലിം പെണ്ണുങ്ങളെല്ലാം ഈ അവസ്ഥയിലൊന്ന് കള്ളം പറയണേ എന്തിന്? പറയുന്നതെല്ലാം ഇതാണ്, ഒരു വസ്തുതയില്ലാത്ത കാര്യങ്ങളും മനഃപൂർവ്വം കെട്ടിച്ച് പറയുന്ന അതൊന്നും ഒരു ഇതുമില്ലല്ലോ. ജീവിതമാർഗമാക്കി മാറ്റി എന്നുള്ളതാണ്.